ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു പുതിയ ബാത്റൂം അപ്സ്റ്റെയർ നമ്മൾ എടുക്കുന്ന സമയത്ത്, അതായത് വാർക്കയിൽ നിന്നും അല്ലെങ്കിൽ റൂമിൽ നിന്ന് എത്ര ഇഞ്ച് ഹൈറ്റിലാണ് സാധാരണ വരുന്നത്, അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്, അതൊക്കെ എങ്ങനെ ചെയ്യാമെന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ആദ്യമേ തന്നെ നോക്കുന്ന പോലെ തന്നെ ഒറ്റ ബാത്റൂം നമ്മൾ ആദ്യം കൊടുത്തിരിക്കുന്നത് ക്ലോസറ്റ് കൊടുത്തു, പിന്നെ അതിൻ്റെ തൊട്ടുപുറത്ത് കുളിക്കുന്ന ഏരിയ കൊടുത്തു, പിന്നെ വാഷ് ബേസിൻ്റെ വേണമെങ്കിൽ വാഷ് ബേസിൻ നമുക്ക് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് യൂറോപ്യൻ ക്ലോസറ്റ് അല്ല കൊടുത്തിരിക്കുന്നത്, അതായത് യൂറോപ്യൻ ക്ലോസറ്റ് പോലെ തന്നെ നമുക്ക് വെക്കാൻ പറ്റുന്ന ഫ്ലോർ മൗണ്ടർ, താഴെ ഒറ്റ പീസായിട്ട് വരുന്ന ഫ്ലോർ മൗണ്ടർ ക്ലോസറ്റാണ്. 300 mm ഭിത്തിയിൽ നിന്ന് അകന്നും വരുന്നതാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ റൂം കണ്ടോ, റൂമിൻ്റെ നിന്നും ഏകദേശം 8 ഇഞ്ച് ഹൈറ്റിൽ പൊങ്ങിയിട്ടാണ് ഈ പറയുന്ന ബാത്റൂം വന്നിരിക്കുന്നത്. അത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ അപ്സ്റ്റെയർ, അതായത് ഒന്നാമത്തെ നിലയിൽ നമ്മൾ ബാത്റൂം എടുക്കുന്ന സമയത്ത് ഓൾറെഡി നേരത്തെ തന്നെ വാർക്ക ഒരേ ലെവലിലാണ്, റൂമിൻ്റെ ഒരേ ലെവലിലാണ് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ രണ്ടാമത് റൂം എടുക്കുന്ന സമയത്ത് ആ ലെവലിലാണ് നമുക്ക് ബാത്റൂമുകൾ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ റൂമിൻ്റെ ലെവലിൽ നിന്നും അതിൻ്റെ അകത്ത് വരുന്ന പൈപ്പുകൾ ലെവലുണ്ട്, പൈപ്പുണ്ട്, അതുപോലെ തന്നെ 4 ഇഞ്ച് പൈപ്പ് ഔട്ട് പോകാനുണ്ട്, പിന്നെ ട്രാപ്പിൻ്റെ ഏരിയ വരുന്നുണ്ട്. ട്രാപ്പും ഏകദേശം ഒരു 5 ഇഞ്ച് 6 ഇഞ്ചോളം ട്രാപ്പ് വരുന്നുണ്ട്. അതായത് കുളിക്കുന്ന വെള്ളം പോകുന്നതാണ് ആ ട്രാപ്പ് ആ മൂലയ്ക്ക് ഇരിക്കുന്നത്. അപ്പോൾ അത് പോകാനായിട്ട് ഒരു 5 ഇഞ്ചോളം പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ ആ ഹൈറ്റും അതുകൂടാതെ തന്നെ ഇനി ഗ്രാനൈറ്റോ അല്ലെങ്കിൽ ടൈൽ എന്തെങ്കിലും ഒട്ടിക്കുന്നതിൻ്റെ 2 ഇഞ്ച് ടൈൽ കൂടിയിട്ടാണ് ഏകദേശം 7 ഇഞ്ചിനും 8 ഇഞ്ചിനും ഇടയ്ക്കാണ് ഏറ്റവും കുറഞ്ഞത് ഒരു ബാത്റൂമിൻ്റെ ഹൈറ്റ് വരുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, നമ്മൾ ഇത്രയും പൊക്കി, അതായത് റൂമിൽ നിന്നും 7 ഇഞ്ചോളം ഹൈറ്റ് പൊക്കി ചെയ്യുന്ന സമയത്ത് വെള്ളത്തിൻ്റെ ലീക്ക് വരാനുള്ള ചാൻസ് കാര്യങ്ങൾ കൂടുതലാണ്. അതായത് ഈ സൈഡിലൂടെ വെള്ളത്തിൻ്റെ ലീക്ക് നമ്മൾ വരാനുള്ള ചാൻസ് കാര്യങ്ങൾ കൂടുതലാണ്. അപ്പോൾ അതിന് ചെയ്യേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോക്സി വർക്ക് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലത് പണ്ടത്തെ രീതിയിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈൽ ഫില്ലർ കാര്യങ്ങൾ ഉപയോഗിച്ച് ചെയ്ത് കുറേ നാൾ കഴിയുന്ന സമയത്ത് ടൈൽ ഫില്ല് ചെയ്യുന്ന ആ കോമ്പൗണ്ട് പൊളിഞ്ഞു പോയി കഴിഞ്ഞ് പതുക്കെ അതിലൂടെ വെള്ളം താഴേക്ക് ഇറങ്ങി കോൺക്രീറ്റിലൂടെ നമ്മുടെ റൂമിലേക്ക് ആ വെള്ളത്തിൻ്റെ ഒരു എഫക്റ്റും അതുപോലെ തന്നെ വാർക്കയുടെ നനവായിട്ട് ഫീൽ ചെയ്യുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് അപ്പോക്സി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അത് കൂടാതെ തന്നെ ഒരു ഗുണം കൂടിയുണ്ട്, നമ്മൾ ഈ ബാത്റൂമിൻ്റെ പ്ലംബിങ് ചെയ്യുന്ന സമയത്ത് ഒരു ഓവർഫ്ലോ, അതായത് ഈ പറയുന്ന കോൺക്രീറ്റിലേക്ക് കിനിഞ്ഞിറങ്ങുന്ന വെള്ളം എന്തെങ്കിലും സംഭവിച്ചിട്ട്, അതായത് മുകളിലെ ടൈൽ ഫില്ലറോ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നിട്ട് കുറേ വർഷങ്ങൾക്ക് ശേഷം കംപ്ലൈൻറ്റ് വരുമ്പോൾ അതിൻ്റെ സൈഡിലൂടെ താഴേക്ക് ഇറങ്ങുന്ന വെള്ളം കോൺക്രീറ്റിൽ നിന്ന് പുറത്തേക്ക് പോകാനായിട്ട് എക്സ്ട്രാ ഒരു പൈപ്പ് ബാത്റൂമിൻ്റെ പൈപ്പിൻ്റെ കൂടെ വെറുതെ ഒരു പൈപ്പ് ഇട്ട് കൊടുക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ അറിയാനും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ മതി, നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ഷവർ വാൽവാണ് കൊടുത്തിരിക്കുന്നത്. ആ റെയിൻ ഷവറിന് വേണ്ടിയിട്ട് കൊടുത്തു. റെയിൻ ഷവർ നമ്മൾ കൊടുത്തിരിക്കുന്നത് 7 അടി ഹൈറ്റിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടും, അതായത് ഇതിൻ്റെ ബാത്റൂമിൻ്റെ മെഷർമെൻറ്റുകളെ കുറിച്ചിട്ടും ഏതാണ് കൂടുതൽ ക്ലോസറ്റ് ഏറ്റവും സേഫ്റ്റി എന്നൊക്കെ അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് നമുക്ക് അതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്ന് വീഡിയോ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമ്മൾ ഇൻഫോർമേറ്റീവായ വീഡിയോസ് ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ ഇനി ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.